ടാസ്ക് കംപ്ലീറ്റ് ആയപ്പോൾ നമ്മുടെ ജിൻഡോയുടെ ടീമിനെ തോപ്പിച്ച് അഭിഷേകിൻ്റെ ടീം തന്നെയാണ് വിജയമായത്. എനിക്ക് തോന്നുന്നു ജിൻഡോയുടെ ടീം ഒരുമാതിരി ഉഴപ്പിയാണ് കളിച്ചത്. അവർക്ക് 5 ബോളുകളാണ് കണ്ട് വീണു. അഭിഷേകിൻ്റെ ടീമിൽ 1 ബോളേ വീണുള്ളൂ. അങ്ങനെ പവർ ടീമിലെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള മത്സരത്തിൽ നമ്മുടെ അഭിഷേകിൻ്റെ ടീം തന്നെയാണ് ഇപ്പം മുൻപന്തിയിൽ നിൽക്കുന്നത്. അങ്ങനെ അവർക്ക് 4 പോയിൻ്റ്. ഇന്നലത്തെ മത്സരവും ജയിച്ചു, ഇന്നത്തെ മത്സരം ജയിച്ച് 4 പോയിൻ്റായി. ഇനി ഏതെങ്കിലും കാരണവശാൽ മറ്റു ടീമുകൾക്കൊന്നും അതിൻ്റെ മണ്ടയ്ക്ക് വരിക സാധ്യമല്ല. അങ്ങനെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള യോഗം വന്നിരിക്കുന്നത് നമ്മുടെ ടണൽ ടീമിനാണ്. ടണൽ ടീമും നമ്മുടെ ജിൻഡോയുടെ ടീമും തമ്മിൽ ഒരു ടൈപ്പ്. അതൊരു പക്ഷേ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല. ഒരുപക്ഷെ ക്യാപ്റ്റനായിട്ട് ചിലപ്പം ജിൻഡോയെ ആയിരിക്കാം ഒരുപക്ഷെ അവരെടുക്കുന്നത്, അല്ലെങ്കിൽ പവർ ടീമിലേക്ക് ജിൻഡോ വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അവർ നേരത്തെ ഒരു പ്ലാൻ ഇട്ടിരുന്നത് ജിൻഡോയൊന്നും പവർ ടീമിലേക്ക് എടുക്കുന്ന കാര്യം അവർ പറഞ്ഞിട്ടില്ല. മുടിയനും അഭിഷേകും എല്ലാം കൂടെ അവർ ഇവിടുത്തെ കുറച്ച് മത്സരാർത്ഥികളെ 8ഓളം മത്സരാർത്ഥികളെ പവർ ടീമിൽ കയറ്റുകയും നല്ല പവറുള്ള മത്സരാർത്ഥികളെ പുറത്ത് നിൽക്കുക, അവരെല്ലാം കൂടെ അടിച്ച് ഔട്ടാവട്ടെ എന്നുള്ള രീതി തന്നെയാണ്. ഏതായാലും ഒരു സന്തോഷമുണ്ട് എന്നുള്ളത്, ശ്രീരേഖയും ശരണ്യൊക്കെ ഇപ്രാവശ്യം നോമിനേഷന് വരും എന്ന് ഏകദേശം ഉറപ്പാണ്. അതുതന്നെ വലിയ കാര്യം. അവരൊക്കെ ശ്രീരേഖയും ശരണ്യൊക്കെ പോവും എന്ന് തന്നെ നമുക്ക് ആശിക്കാം. അങ്ങനെ മത്സരം കഴിഞ്ഞു. അഭിഷേകിൻ്റെ ടീമാണ് വിജയിയായിരിക്കുന്നത്.